My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 216 എപ്പിസോഡിൽ നമ്മൾ ഗ്രാഫൈറ്റിസ് എന്ന അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് പരിഗണിക്കുന്നത്. ഗ്രാഫൈറ്റിസ് വളരെ പ്രധാനപ്പെട്ട, വളരെ ആഴത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഔഷധമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട അതിന് മെൻ്റൽ സിംപ്റ്റംസാണ് വരുന്നത്. ആധുനിക ജീവിതത്തിൽ മനുഷ്യൻ നേരിടുന്ന നിരവധി മാനസിക പ്രശ്നങ്ങൾ ഇവിടെ ഗ്രാഫൈറ്റിസ് കവർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മൂഡ് സ്വിങ്സ്, ആത്മഹത്യാവാസന, വിഷാദം, ഓർമ്മക്കുറവ്, സ്മൃതിനാശം, ഇങ്ങനെയുള്ള നിരവധി പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഗ്രാഫൈറ്റിസ് കവർ ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഭാഗത്ത് വരുന്നത്. അവയുടെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ദ പേഷ്യൻറ്റ് ബിക്കംസ് വെരി റെസ്റ്റ്ലെസ് വെൻ അറ്റംപ്റ്റിംഗ് മെൻ്റൽ വർക്ക് ആൻഡ് ദർ ഈസ് എ മാർക്ക്ഡ് ഡ്രെഡ് ഓഫ് മെൻ്റൽ വർക്ക്. അപ്പോൾ മാനസികമായ അധ്വാനം ഗ്രാഫൈറ്റിസ് പേഷ്യൻ്റ് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് മാനസികമായ അധ്വാനത്തെ അയാൾ ഭയപ്പെടുന്നു. എന്തുകൊണ്ടാണ്? മാനസികമായ ഒരു അധ്വാനത്തിലേക്ക് പോകുമ്പോഴേക്കും ആളായി അസ്വസ്ഥനാകുന്നു. വല്ലാതെ അസ്വസ്ഥത അയാളെ ബാധിക്കുന്നു. മാനസികമായ മണ്ഡലത്തിൽ, മനോമണ്ഡലത്തിൽ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണത്. ദ മെൻ്റൽ ഡിപ്രഷൻ ഈസ് എക്സ്ട്രീം. മനസ്സ് ഇടിഞ്ഞു പോകുന്നു, മനസ്സ് ഇടിഞ്ഞു പോവുക. ഇപ്പോൾ വിഷാദം, ഇപ്പോൾ ഡിപ്രഷൻ അങ്ങനെ പറയുന്നൊരു വാക്ക്, വിഷാദം എന്ന രീതിയിലാണ് ഇപ്പോൾ ഡിപ്രഷനെ പറഞ്ഞു പോകുന്നെങ്കിലും ടു ഡിപ്രസ് മൈൻഡ്, മനസ്സ് ഇടിഞ്ഞു പോകുന്നു, മനസ്സതിൻ്റെ സ്റ്റഡിയായിട്ട് നിൽക്കുന്നില്ല, അതിൻ്റെ കരുത്തോടെ ഒരു സന്തുലനാവസ്ഥയിൽ മനസ്സ് നിൽക്കുന്നു. ദാറ്റ് ഗെറ്റ്സ് ഡിപ്രസ്ഡ്, മനസ്സിടിയുക, ആ ഒരവസ്ഥ. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് വേഴ്സ് ബൈ മ്യൂസിക്, മറ്റു പ്രധാനപ്പെട്ട ലക്ഷണം. പക്ഷെ പൊതുവെ സംഗീതം, കലകൾ, ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിനെ ഉത്തേജിപ്പിക്കുകയും വിഷാദാവസ്ഥയെ മറികടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നവയാണ്. പക്ഷേ ഇവിടെ സംഗീതം അയാളുടെ മനസ്സിനെ കൂടുതൽ ദുർബലമാക്കുകയും ചെയ്യുന്നു. മനസ്സ് ഇടിഞ്ഞു പോകുന്നു, വിഷാദം ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള ആളുകളെ ചുരുക്കമായിട്ട് സമൂഹത്തിൽ കണ്ടെത്താൻ പറ്റുള്ളൂ. പക്ഷേ എനിക്കറിയാവുന്ന ഒരു ഹോമിയോപ്പതിക് പ്രാക്ടീഷണർ തന്നെ ഇതേപോലെ സംഗീതം കേട്ടാൽ അയാൾക്ക് വലിയ പ്രയാസമാണ്. അത് കൂടുതൽ ലൈറ്റ് മ്യൂസിക്കാണ്. ക്ലാസിക്കൽ മ്യൂസിക് അത്ര പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ലൈറ്റ് മ്യൂസിക്, ചലച്ചിത്ര ഗാനങ്ങൾ ഒക്കെ വളരെ എത്ര മെലോഡിയസ് ആയിട്ടുള്ളൊരു ഗാനമായാലും ആളെ വല്ല വിഷാദാവസ്ഥയിലാക്കും. പൊതുവേ ഒരു വിഷാദത്തിൻ്റെ പ്രശ്നം ആൾക്കുണ്ട്. അപ്പോൾ ഈ ഗ്രാഫൈറ്റീസൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു വഴിക്കൊക്കെ ചിന്തിച്ചു. ഗ്രാഫൈറ്റീസിൻ്റെ ഒരു ഇൻഡിക്കേഷൻ്റെ ഒരു സൂചനയൊക്കെ കാണുകയും ചെയ്തു. പക്ഷേ ഗ്രാഫൈറ്റീസ് അല്ലായിരുന്നു, വേറെ തരത്തിൽ അതിനെ ഹീൽ ചെയ്യാൻ സാധിച്ചു. കൂടുതലും ബയോകെമിക് കൊണ്ടാണ് അതിനെ മാനേജ് ചെയ്ത് പോയത്. ഇനി ഈ ഒരു മനസ്സിൻ്റെ ഒരു വിഷാദാവസ്ഥയെക്കുറിച്ച് കൂടുതൽ ഒരു വ്യക്തത തരുന്നുണ്ട് കെൻ്റ്. Her sadness is so great that she thinks only of death and salvation. അപ്പോൾ ഷീ എന്നുള്ള വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതലും സ്ത്രീകളിൽ പ്രൊമിനൻ്റ് ആയിട്ട് വരുന്നൊരവസ്ഥയാണ്. ആ ഒരു ദുഃഖിതാവസ്ഥ, അതിൻ്റെ രൂക്ഷത കാരണം മരണത്തെക്കുറിച്ചും സാൽവേഷൻ, ആത്മരക്ഷ, ശരീരത്തിൻ്റെ രക്ഷയല്ല, ആത്മരക്ഷ, ഒരു മതബോധവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഗ്രീഫ് ആൻഡ് വെക്സേഷൻ കോസ് എ റിക്കറൻസ് ഓഫ് ഓൾ ഹെയർ ഡിസ്ട്രസിങ് മെൻ്റൽ സഫറിങ്. അപ്പോൾ ഈ ഒരു ദുഃഖം, വെക്സേഷൻ, മനോവ്യഥ, അതുകൊണ്ട് ആ സ്ത്രീയുടെ ഒരു ഗ്രാഫൈറ്റിസ് പേഷ്യൻറ്റിൻ്റെ ഡിസ്ട്രസിങ് മെൻ്റൽ സഫറിങ്, ഡിസ്ട്രസ്, നമ്മൾ ഈ മെൻ്റൽ സിംറ്റംസിൻ്റെ വാക്കുകൾ നമ്മൾ കാണുമ്പോൾ, വാക്കുകളുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അതിൻ്റെ ശരിയായ അർത്ഥം ഗ്രഹിക്കാനും അത് മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കാനും ഈ റിപ്പർട്ടറി, നമ്മൾ പിന്നീട് ഒരു മെഡിസിൻ സെലക്ട് ചെയ്യുമ്പോൾ റിപ്പർട്ടറിയിലേക്ക് പോകുമ്പോൾ അതിലെ റൂബ്രിക്സ് കൃത്യമായിട്ട് എടുക്കാനും ഈ വാക്കുകളുടെ ശരിയായ അർത്ഥം ഗ്രഹിക്കുക പ്രധാനമാണ്. ഇപ്പോൾ ഡിസ്ട്രസിങ് മെൻ്റൽ സഫറിങ്, ഡിസ്ട്രസ് എന്ന് പറയുമ്പോൾ അത് മാനസികവും ശാരീരികമായിട്ടുള്ള വശം ഡിസ്ട്രസ്സിനുണ്ട്. ഇവിടെ മനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങേറ്റ ഉത്കണ്ഠ ഉണ്ടാക്കുന്നൊരവസ്ഥ, ഡിസ്ട്രസ്ഡ്.
അത് ശാരീരികമായിട്ടും ഡിസ്ട്രസ് വരും. വേദന കൊണ്ട് ഒരു അപകടം സംഭവിച്ചാൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്ട്രസ്, അവിടെ ശാരീരികമായ വേദനയാണ്. ഇവിടെ മനസ്സിൻ്റെ അങ്ങേറ്റത്തെ വേദന, അങ്ങേറ്റത്തെ ഉത്കണ്ഠ, അങ്ങേറ്റത്തെ പ്രയാസം, അതാണ് ഡിസ്ട്രസ് എന്നുള്ള വാക്ക് വരുന്നത്. വാസ്തവത്തിൽ നിങ്ങൾ റെപ്പർട്ടറി കൈ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എല്ലാത്തരം സിംറ്റംസിനും വേണ്ടി വരുമെങ്കിലും മെൻ്റൽ സിംറ്റംസിൻ്റെ കാര്യത്തിൽ ഓരോ റൂബ്രിക്കും അതിൻ്റെ സബ് റൂബ്രിക്കും എടുത്ത് അത് നല്ലൊരു ഡിക്ഷണറിയുടെ സഹായത്തോടുകൂടി ശരിയായ അർത്ഥം അറിയില്ലാത്തത് ചിലപ്പോൾ തെറ്റായി ഗ്രഹിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഡിസ്ട്രസ്, ആങ്സൈറ്റി, ഇങ്ങനെയുള്ള വാക്കുകൾ, ചെറിയ വ്യത്യാസമുള്ള വാക്കുകളൊക്കെ വരും. ഈ വാക്കുകളൊക്കെ നമ്മൾ സാമാന്യ ധാരണ വെച്ചുകൊണ്ട് അങ്ങനെ ആയിരിക്കുമെന്ന് കരുതി പോയാൽ നമ്മൾ സെലക്ഷൻ തെറ്റിപ്പോവും. ചിലപ്പം കേസൊക്കെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടാവും, പക്ഷേ റൂബ്രിക്സിലേക്ക് ഇത് മാറ്റുമ്പോൾ തെറ്റിപ്പോവും. ശരിയായ അർത്ഥം മനസ്സിലാക്കി എഴുതി വെക്കണം. ഞാനിത് സ്വന്തമായിട്ടൊരു റിപ്പർട്ടറി ഈ പറയുന്ന മെറ്റീരിയൽ മേടിക്കൊക്കെ വാങ്ങുന്നത് 88-ൻ്റെ അവസാനത്തോടുകൂടി 89 കൂടിയൊക്കെയാണ്. കുറച്ച് ട്യൂഷൻ എടുത്തും മറ്റുമൊക്കെ ഒരു 2 പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തൊക്കെ കിട്ടിയ വരുമാനം ഉപയോഗിച്ചുകൊണ്ടാണ്. അതിനു മുമ്പ് ലൈബ്രറിയിലെ പുസ്തകം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് കിട്ടിയ പാടെ ഞാൻ ചെയ്തത് നല്ലൊരു ഡിക്ഷണറി. എൻ്റെ കയ്യിൽ വളരെ പുരാതനമായിട്ടൊരു ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഉണ്ട്, ഉണ്ടോ, വളരെ പഴകിയതാണ്. പക്ഷേ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള അർത്ഥമുണ്ട്. വളരെ ഓതൻറ്റിക് ഡിക്ഷണറിയാണിത്. ഇത് ഉപയോഗിച്ചുകൊണ്ട്, ഇത് ഇംഗ്ലീഷ് ഡിക്ഷണറിയാണ്. അപ്പോൾ നമുക്ക് മിക്കവാറും അതിൻ്റെ അർത്ഥം ആ ഇംഗ്ലീഷിലെ എക്സ്പ്ലനേഷനോട് മനസ്സിലാവും. മനസ്സിലായില്ലെങ്കിൽ നല്ലൊരു ഓതൻറ്റിക് മലയാളം ഡിക്ഷണറി ഉപയോഗിക്കാം. ഈ മലയാളം ഡിക്ഷണറി ഉപയോഗിച്ചുകൊണ്ട് ശരിയായ അർത്ഥം ഗ്രഹിച്ച് അത് നമ്മൾ കുറിച്ച് വെക്കണം. ഇപ്പോൾ ഡിസ്ട്രസ്സിങ് എന്നുള്ള ഇവിടെ പറയുന്നത്, അപ്പോൾ അങ്ങേറ്റത്തെ വ്യഥ, അങ്ങേറ്റത്തെ ഉത്കണ്ഠ, ദുഃഖം, ശോകം. അപ്പോൾ ഈ ദുഃഖവും വെക്സേഷനും പ്രയാസവും ഉണ്ടാകും. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ഈ ഡിസ്ട്രസ്സിങ് മെൻ്റൽ സഫറിങ് ആ സ്ത്രീയെ, ഗ്രാഫൈറ്റിസ് പേഷ്യൻറ്റിന് അങ്ങേറ്റത്തെ വ്യഥയുണ്ടാക്കുന്ന, ഉത്കണ്ഠയുണ്ടാക്കുന്ന അവസ്ഥ വീണ്ടും വരും. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഒരു മരണ വാർത്ത കേട്ടു, ഇങ്ങനെയുള്ളൊരു പേഷ്യൻ്റ് ഒരു മരണ വാർത്ത കേട്ടു. ചിലപ്പോൾ വളരെ കഠിനമായ രോഗാവസ്ഥകളിലൂടെ കടന്നുപോയി വേദന സഹിച്ച് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മരണം അല്ലെങ്കിൽ ഒരു ആത്മഹത്യ. ഇങ്ങനത്തെ ഒരു വാർത്ത കേൾക്കുമ്പോൾ എല്ലാവരും ഒരു ദുഃഖം ഉണ്ടാവും. പക്ഷെ ഒരു ആരോഗ്യവാൻ, ഒരു ആരോഗ്യവതി ആ ദുഃഖത്തെ കുറച്ച് സമയം കൊണ്ട്, ടൈം ക്യൂവേഴ്സ് എന്ന് പറയുമല്ലോ, സമയം കൊണ്ട് അതിനെ മറികടക്കും. പക്ഷേ ഒരു മോർബിഡ് മൈൻഡുള്ള ഒരു വ്യക്തി, വൈറ്റാലിറ്റി ഹെൽത്തി അല്ലാത്തൊരു വ്യക്തി ഇങ്ങനത്തെ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ദുഃഖം ഈ ഡിസ്ട്രസ്സിനെ ആ വ്യക്തിയിൽ നേരത്തെ ഡിസ്ട്രസ് ഉണ്ടായിരുന്നു, ആ ഡിസ്ട്രസ്സിനെ വീണ്ടും ഉണ്ടാക്കും. ഈ അവസ്ഥയിലുള്ള പല ആളുകളെയും നമ്മൾ പരിചയത്തിലും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനവിടെ പറയുന്നത് ദുഃഖമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തെ ഒഴിവാക്കണം. ഹെർ മൂഡ്സ് ആർ കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ്. മൂഡ്, മാനസികാവസ്ഥ മാറിക്കൊണ്ടിരിക്കും. സന്തോഷം, ദുഃഖം, ഹിലാരിയസ് ആവും, ചിലപ്പോൾ വളരെ ചിരിക്കും, ചിലപ്പോൾ വല്ലാതെ മൂകമാവും, ദുഃഖിച്ചു പോകായിരിക്കും. കോൺസ്റ്റൻ്റ്ലി ചേഞ്ച്, സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കുന്നു. വൈൽ ഷീ മേ റിക്കോൾ ഓൾ ദ ഈവൻസ് ഓഫ് യൂത്ത്, റീസെൻറ്റ് ഈവൻസ് ആർ ഫൊർഗോട്ടൺ. അപ്പോൾ ഈ ഒരു മൂഡ് സ്വിങ്സിൻ്റെ ഭാഗമായിട്ട് ഒരു ഓർമ്മക്കുറവ് സംഭവിക്കുന്നു. ചെറുപ്പത്തിലുള്ള, ബാല്യത്തിലും മറ്റൊക്കെ ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കും, പക്ഷേ സമീപകാല സംഭവങ്ങൾ മറന്നുപോകും. സ്ലോ ഓഫ് തോട്ട് ആൻഡ് വീക്ക്നെസ് ഓഫ് മൈൻഡ് വേഴ്സ് ഇൻ ദ മോർണിംഗ്. അപ്പോൾ ഈ ഒരു ചിന്തകളുടെ ഒരു മാന്ദ്യം, മനസ്സിൻ്റെ ക്ഷീണിതാവസ്ഥ, മനസ്സ് ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥ, ഡിപ്രസ്ഡായ മനസ്സ് ഇടിഞ്ഞ അവസ്ഥ, ഈ ഒരു അവസ്ഥ രാവിലെയാണ് കൂടുതൽ മോശമാകുന്നത്. മെൻ്റൽ സിംറ്റം രാവിലെ അഗ്രവേറ്റ് ചെയ്യുന്നു. നേരെ തിരിച്ച് ഓഫൻ എക്സൈറ്റഡ്, ഹറീഡ് ആൻഡ് എക്സലറേറ്റഡ് ഇൻ ദ ഈവനിങ്. സായാഹ്നമാകുമ്പോൾ, സന്ധ്യയാകുമ്പോൾ ഈ മനസ്സ് പലപ്പോഴും ഉത്തേജിതാവസ്ഥയിലാവുന്നു, ഹറീഡാവുന്നു, വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. എക്സിലറേറ്റഡ്, വളരെ ഉന്മത്താവസ്ഥയിലാവുന്നു. എക്സ്ട്രീംലി ഫ്രട്ട്ഫുൾ ആൻഡ് ഇംപേഷ്യൻറ്റ്. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള അവസ്ഥയല്ല, എക്സ്ട്രീംലി ഫ്രട്ട്ഫുൾ ആണ്. വല്ലാതെ ഇറിറ്റേറ്റഡ് ആവുന്നു, ഇംപേഷ്യൻ്റ് ആവുന്നു, അക്ഷമത. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ സ്ഥിതി മെച്ചപ്പെടുകയല്ല ചെയ്യുന്നത്,
ഒരു മൂഡിൻ്റെ സ്വിങ്ങാണ്. രാവിലെ ഒരു ഡിപ്രസ്ഡ് മനസ്സിടിഞ്ഞ ശോകാകുലമായൊരവസ്ഥയാണെങ്കിൽ സന്ധ്യയ്ക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും വല്ലാതെ ഒരു ഉത്തേജിതമായിട്ട്, വല്ലാതെ ഇറിറ്റേറ്റഡ് ആയിട്ട്, അക്ഷമമായിട്ട് മാറുകയും ചെയ്യുന്നു. രണ്ടും മോർബിഡായിട്ടുള്ള അവസ്ഥയാണ്. ഇറിറ്റബിൾ അബൌട്ട് ട്രൈഫിൾസ്, നിസ്സാര കാര്യങ്ങൾ, ട്രൈഫിൾസ്, സില്ലി, നിസ്സാര കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവർ വല്ലാതെ അസ്വസ്ഥമാകും. ആൻഡ് വെരി ക്രിട്ടിക്കൽ, എന്തിനേയും കുറ്റം പറയുന്ന, എന്തിനേയും വിമർശിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറും. മനസ്സസ്വസ്ഥമായി. ഇറസൊല്യൂഷൻ ഈസ് എ മാർക്ക്ഡ് സിംറ്റം. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വളരെ ശ്രദ്ധേയമായൊരു ലക്ഷണമാണ് ഗ്രാഫൈറ്റിസ് രോഗികൾ. നിരവധി ഔഷധങ്ങളിൽ ലക്ഷണമുണ്ട്. ഇറസൊല്യൂഷൻ, ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഷീ കനോട്ട് മേക്ക് എ ഹെർ മൈൻഡ് ടു ഡു ഓർ നോട്ട് ടു ഡു. ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ മനസ്സിനെ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്തിക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല. ഒരു ഫീമെയിൽ പേഷ്യനെ കുറിച്ചാണ് എടുത്തു പറയുന്നത്. അപ്പോൾ സ്ത്രീകളിൽ കൂടുതൽ കാരണപ്പെടുന്നൊരു സിംറ്റമാണ് ടു ഡു ഓർ നോട്ട് ടു ഡു, ചെയ്യണോ വേണ്ടയോ. ഇതും നിരവധി ഔഷധങ്ങളുണ്ട്. ഈ ഒരു അവസ്ഥ നിരവധി ആളുകളെ, സമൂഹത്തിൽ നിരവധി ആളുകളെ വേട്ടയാടുന്നൊരവസ്ഥയാണ്. ഒരു ഇറസൊല്യൂഷൻ, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അത് ചെയ്യണോ വേണ്ടയോ, അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്ന് ആ ഒരു നിർണായക സമയം കളയും. അപ്പോൾ സമൂഹത്തിൽ പൊതുവെ ഈ കാണപ്പെടുന്ന ഈ ഒരു അവസ്ഥയായതുകൊണ്ടാവണം മഹാനായ സാഹിത്യകാരൻ ഷേക്സ്പിയർ ഈ ഒരു അവസ്ഥയെ ഹൈലൈറ്റ് ചെയ്യാനായിരിക്കണം ഒരു കഥാപാത്രത്തെ ആ ഒരു തരത്തിൽ സൃഷ്ടിക്കുകയും അത്തരൊരു സന്ദർഭം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു നാടകത്തിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഹാംലെറ്റ് എന്ന നാടകത്തിൽ ഹാംലെറ്റ് രാജകുമാരൻ ടു ബി ഓർ നോട്ട് ടു ബി, ആത്മഹത്യയാണ് വിഷയം. അവിടുത്തെ സന്ദർഭം ആത്മഹത്യ ചെയ്യണോ വേണ്ടയോ. അപ്പോൾ ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ ജീവിതത്തിലെ വലിയ ദുരന്തങ്ങൾ നേരിടണം. ആത്മഹത്യ ചെയ്താലോ അയാളിലുള്ള ആത്മീയ ചിന്ത, അയാളുടെ മതബോധം, അങ്ങനെ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവിന് ഉണ്ടാകാവുന്ന ദുരിതം, അതിനെക്കുറിച്ച് വ്യക്തതയില്ല. നരകത്തിൽ പോകുമോ, നരകത്തിൽ നിത്യ ദുരിതങ്ങൾ നേരിടേണ്ടി വരുമോ. അപ്പോൾ അങ്ങനെ ആത്മാവിൻ്റെ ദുരിതവും ജീവിച്ചിരുന്ന ആളുള്ള ജീവൻ്റെ, ശരീരത്തിൻ്റെ ഫിസിക്കലായിട്ടുള്ള, മെറ്റീരിയലായിട്ടുള്ളൊരു ദുരന്തങ്ങളും. അതുകൊണ്ട് വേണോ വേണ്ടയോ, ടു ബി ഓർ നോട്ട് ടു ബി, വളരെ പ്രസിദ്ധമായ ഒരു വാചകമാണ്. എക്സ്ട്രീം ആക്ടിവിറ്റി ഓഫ് മൈൻഡ് ഇൻ ദ ഈവനിങ് ആൻഡ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ നൈറ്റ് വിച്ച് പ്രിവെൻറ്റ് സ്ലീപ്പ് അണ്ടിൽ മിഡ് നൈറ്റ്. അപ്പോൾ ഈ വൈകുന്നേരം തുടങ്ങുന്ന, സായാഹ്നത്തിൽ തുടങ്ങി രാത്രിയോളം നീളുന്ന ഈ ഒരു അവസ്ഥ അങ്ങേറ്റം എക്സൈറ്റബിൾ ആവുന്നു, അങ്ങേറ്റം ഇറിറ്റബിൾ ആവുന്നു, നിസ്സാര കാര്യങ്ങളെ കുറിച്ച് പോലും ചിന്തിക്കുന്നു. വേണോ വേണ്ടയോ എന്നുള്ള ചിന്തകൾ. എക്സ്ട്രീം ആക്ടിവിറ്റി ഓഫ് മൈൻഡ്, മനസ്സിൻ്റെ അങ്ങേയറ്റത്തെ പ്രവർത്തനം. മനസ്സിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സ് ഒരു പിടിച്ച പിടിയെ നിൽക്കുന്നില്ല, എങ്ങോട്ട് പോകുമെന്നറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അത് രാത്രിയുടെ ആദ്യ പകുതി വരെ നിൽക്കുന്നു. അങ്ങനെ വരുമ്പോഴേക്കും ഉറക്കം പോകും. അർദ്ധരാത്രി വരെ ഉറങ്ങാതിരിക്കും. രാത്രിയുടെ അടുത്ത പകുതി മനസ്സ് വീണ്ടും രാവിലെ കണ്ട ആ മനസ്സിൻ്റെ ഒരു ഇടിഞ്ഞ അവസ്ഥയിലേക്ക്. അപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞ് തുടങ്ങുന്നു, അത് ഉറങ്ങും, അപ്പോഴേക്കും ഉറങ്ങിപ്പോവും. പിന്നെ രാവിലെയാണത് അനുഭവിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട മനസ്സിൻ്റെ അവസ്ഥ, സ്ലോ ഓഫ് തോട്ട് ആൻഡ് വീക്ക്നെസ് ഓഫ് മൈൻഡ്, അത് അർദ്ധരാത്രിക്ക് ശേഷം തുടങ്ങുന്നു. അത് പുലർച്ചെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അത് പേഷ്യൻ്റ് അനുഭവിക്കുന്നു. ഈ മാനസിക പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മൾ വളരെ കോൺഫിഡൻസോടുകൂടി അവർക്ക് ഒരു ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് കൃത്യമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എടുക്കണം. അങ്ങനെ എടുത്താലേ നമുക്ക് കൃത്യമായിട്ടുള്ള ഔഷധത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. കൃത്യമായ ഔഷധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ രോഗശാന്തി ഉറപ്പാണ്. ഇങ്ങനെ ഒരു ആത്മഹത്യ വാസനയുണ്ടായിരുന്ന, ആത്മഹത്യ പലതവണ ശ്രമങ്ങൾ നടത്തിയിരുന്ന എൻ്റെ ഒരു പഴയൊരു സഹപാഠിയെ ഇതേപോലെ സഹായിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഓറമെറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. അപ്പോൾ അവിടെ നമുക്ക് സാധിക്കുന്നത്, അവിടെ ഒരു 3-4 വർഷം എനിക്ക് പരിചയമുള്ള ഒരാളായതുകൊണ്ട് കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാമായിരുന്നു. ഒരു പേഷ്യൻ്റായിട്ട് മുന്നിൽ വരുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് എന്താണ് ആ മാനസിക അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി നമ്മളെ റെപ്പർട്ടറിയിലെ കൃത്യമായ ഒരു റൂബ്രിക്കിലേക്ക് എത്താൻ പാകത്തിനുള്ള നമുക്കൊരു സൂചന, ഒരു ഗ്രാഹ്യം നമ്മൾ കിട്ടണം. ആ പേഷ്യൻറ്റിൻ്റെ ഒരു മെൻ്റൽ സ്ഫിയറിനെ കുറിച്ച് കൃത്യമായിട്ട് ഗ്രാസ്പ് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്കുകൾ, കൃത്യമുള്ള അർത്ഥങ്ങൾ
മനസ്സിലാക്കി കൃത്യമായ റൂബ്രിക് കണ്ടെത്തി നമ്മൾ സെലക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായ ഔഷധത്തിലെത്തും. അത് പൂർണ്ണ സൗഖ്യത്തിലേക്ക് രോഗിയെ നയിക്കുകയും ചെയ്യും. അപ്രഹെൻസീവ് ആൻഡ് ഡിസ്ട്രസ്ഡ് ഇൻ ദ മോർണിംഗ് ആൻഡ് എക്സൈറ്റഡ് ഇൻ ദ ഈവനിങ്. അപ്പോൾ രാവിലെ വളരെ അപ്രഹെൻസീവാണ്. അപ്രഹെൻസീവ് എന്ന് വെച്ചാൽ മോശമായത് എന്തോ സംഭവിക്കാൻ പോകുന്നു, ശുഭകരമായ ഒന്നുമില്ല, എന്തോ മോശകരം സംഭവിക്കും. പൊതുവെ ആത്മഹത്യയിലേക്ക് മനുഷ്യൻ പോകുന്നത് ഈ ഒരു അവസ്ഥയിലാണ്. ആൻഡ് ഡിസ്ട്രസ്ഡ്, നമ്മൾ നേരത്തെ ഡിസ്ട്രസ്ഡ് കണ്ടു, അങ്ങേയറ്റത്തെ മനോവ്യഥ, അങ്ങേയറ്റത്തെ ഉത്കണ്ഠ, ദുഃഖം, വേദന, ഡിസ്ട്രസ്ഡ് ആകുന്നു രാവിലെ. ആൻഡ് എക്സൈറ്റഡ് ഇൻ ദ ഈവനിങ്, സായനമാകുമ്പോൾ ഉത്തേജിത അവസ്ഥ വരുന്നു. എക്സ്ട്രീം ആങ്സൈറ്റി ഈവൻ ടു ഡെസ്പറേഷൻ, ഡെസ്പറേറ്റ് ആകുന്നു, അങ്ങേയറ്റത്തെ നിരാശ, ഡെസ്പറേറ്റ്, അങ്ങേയറ്റത്തെ നിരാശയിലെത്തുന്ന തരത്തിൽ അയാൾ ഉത്കണ്ഠമാണ്. എക്സ്ട്രീം ആങ്സൈറ്റി, ഉത്കണ്ഠ മൂത്തതിന് പ്രത്യേക കാരണമൊന്നുമില്ല. ട്രൈഫിൾസ് നമ്മൾ നേരത്തെ കണ്ടു, നിസ്സാര കാര്യം മതി. സാധാരണ ആരോഗ്യവാൻ ഒരാരോഗ്യവതി അവഗണിക്കുന്നൊരു കാര്യം മതി ഈ ഗ്രാഫൈറ്റിസ് പേഷ്യൻ്റ് വല്ലാതെ ഉത്കണ്ഠാകുലയാകാൻ. എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് ആകെ ഒരു ഡിസ്ട്രസ്ഡിലായി, ഡെസ്പറേഷനായി, അങ്ങേയറ്റം നിരാശയായി അത് ചിലപ്പോൾ സ്വന്തം ജീവനെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയേക്കാം. വെർട്ടിഗോ ഇൻ ദ മോർണിംഗ് ഓൺ വേക്കിംഗ്, ഇൻ ദ ഈവനിങ് ഓൺ ലുക്കിംഗ് അപ്വേർഡ്സ്. ഇനി തലകറക്കം, രാവിലെ എഴുന്നേക്കാൻ നേരത്ത് തലകറക്കം, അത് സായാഹ്നത്തിലുമുണ്ട്, തല മേലേക്ക് ഉയർത്തുമ്പോൾ ഉണ്ട്. ഓൺ റൈസിങ് ഫ്രം സ്റ്റൂപ്പിംഗ്, ഇങ്ങനെ മുന്നോട്ട് ആഞ്ഞു നിന്നിട്ട് അവിടുന്ന് നിവരുന്ന സമയത്തും തലകറങ്ങാം. കമ്പൽ ടു ലൈ ഡൗൺ, അങ്ങനെ വരാൻ നേരത്ത് കിടക്കണം, കിടന്നാൽ മാത്രമേ അതുകൊണ്ട് മെച്ചമുള്ളൂ. നമ്മൾ നേരത്തെ ഔഷധത്തിൽ കണ്ടു കിടന്നാലാണ് പ്രശ്നം, ഇവിടെ അങ്ങനെയല്ല, കിടക്കണം. വിത്ത് ഇൻക്ലിനേഷൻ ടു ഫോൾ ഫോർവേഡ്, അപ്പോൾ മുന്നോട്ട് വീഴാനുള്ളൊരു ഇൻക്ലിനേഷൻ ഉണ്ടാവും. ആ ഒരു അവസ്ഥ തലകറക്കം ഉണ്ടായിട്ട് ആ ഒരു അവസ്ഥ ഉണ്ടാവും. When the above general symptoms strongly predominate in any given sickness, the following particulars will be cured by this remedy. ഇത്രയും പറഞ്ഞ ജനറൽ സിംറ്റംസ്, മെൻ്റൽ സിംറ്റംസ്, വെർട്ടിഗോ, ഇതൊക്കെ ജനറൽസ് വരുന്ന കാര്യങ്ങളാണ്. ഇത്തരം ജനറൽസ് വളരെ ശക്തമായി നിലനിൽക്കുന്നൊരവസ്ഥയിൽ ഇനി പറയാൻ പോകുന്ന പർട്ടിക്കുലേഴ്സ് ഈ രോഗിയെ സുഖപ്പെടുത്തും. അപ്പോൾ പർട്ടിക്കുലേഴ്സും പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങളിത് വരുന്നത്. അപ്പോൾ ജനറൽസ് കണ്ടെത്തേണ്ടത് ഹോമിയോപ്പാത്തിൻ്റെ കടമയാണ്. അപ്പോൾ ഇനി നമുക്ക് പർട്ടിക്കുലേഴ്സിൽ കടക്കാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അവയെ നമുക്ക് കുറേശ്ശെ നമുക്ക് മനസ്സിലാക്കി തുടങ്ങാം. ഇതുവരെ പറഞ്ഞ ആ ജനറൽസ് കൃത്യമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതിൻ്റെ വാക്കുകളുടെ അർത്ഥം, ആ മാനസികാവസ്ഥയൊക്കെ ശരിയായി മനസ്സിലാക്കി അത് അറിയില്ലാത്ത കാര്യങ്ങൾ കുറിച്ച് വെച്ച് പിന്നീട് റെഫർ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.